അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയറിനെ കുറിച്ചാണ് പരിശോധിക്കാൻ പറയുക. നമുക്കറിയാം വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ഒരു കേരളീയ കമ്പനിയാണ്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സത്യസന്ധമായ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു കമ്പനിയാണിത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപുലമായ ഉൽപ്പന്നങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന ഒരു കമ്പനിയാണിത്. കൊച്ചിയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത്. അത് കമ്പനിയുടെ കീഴിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഉണ്ട്, വയറുകൾ, കൺസ്യൂമർ ഡ്യൂറബിൾ ഐറ്റംസ്, അങ്ങനെ വിപുലമായ ഒരു ഐറ്റംസിൻ്റെ ഒരു ശ്രേണി തന്നെയുണ്ട്. ഇന്ത്യയിലെ പല ഭാഗത്തും അതിന് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ കോയമ്പത്തൂരാണ് ഉള്ളത്. വി-ഗാർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഇങ്ങനെ പിടിക്കുന്നതാണ് അതിൻ്റെ ആദ്യത. അതായത് വി എന്ന് വെച്ചാൽ വിജയം എന്നുള്ളതിൻ്റെ ഒരു അർത്ഥത്തിലാണ് വി-ഗാർഡിൻ്റെ ഒരു വി വന്നിട്ടുള്ള ഇത് എന്ന് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അതുകൂടാതെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി നല്ല ബിസിനസ്, നല്ലൊരു മാതൃക ആക്കേണ്ട ഒരു മനുഷ്യനാണ്. അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ ഫണ്ട് ചെലവാക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. അതുകൂടാണ്ട് സ്വന്തം വൃക്ക മറ്റുള്ളൊരു പാവപ്പെട്ട വ്യക്തിക്ക് പകുത്തു കൊടുത്ത ഒരു വ്യക്തിയാണ്. അതുകൂടാതെ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ബുക്സും ബിസിനസ് ബുക്സും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്കിതിൽ കാണാം, ആമസോണിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. 1-2 ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട് പുള്ളിയുടെ. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെയാണ് പ്രാക്ടിക്കൽ വിസ്ഡം, അതുപോലെ ഹോപ്പ്, പാരിതോഷികം, അങ്ങനെ ഇഷ്ടംപോലെ ബുക്സുകൾ ചിറ്റിലപ്പള്ളിയുടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു കമ്പനിയാണ്. പിന്നെ നമുക്ക് കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് നേരിട്ട് പോവാം. ഫണ്ടമെൻ്റൽ വ്യൂയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 13,000 കോടിയുടെ, സ്റ്റോക്ക് പി 65.7, ROC 14.5, ROE 12 ഇതിലുള്ളത്. ബുക്ക് വാല്യൂ നല്ല ബുക്ക് വാല്യൂ ഉണ്ട്, അത്യാവശ്യമുള്ള 37.9 ബുക്ക് വാല്യൂ ഉണ്ട്. നമ്മൾ ഒരു 10 ക്വാർട്ടറിൽ എടുത്തു നോക്കിയാൽ അതിൻ്റെ ടോട്ടൽ റവന്യൂ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുത്തു നോക്കിയാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു 48% ഒരു ജമ്പാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഡിസംബർ 22 ക്വാർട്ടറിൽ 39.3 കോടിയാണെങ്കിൽ ഇപ്പോൾ 58.2 കോടിയാണ് പ്രോഫിറ്റ് ജനറേറ്റ്. ഏകദേശം 48% ജമ്പ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റിൽ. അത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഉയരത്തിലാണ് പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുള്ളത്. വി-ഗാർഡ് Q2 പ്രോഫിറ്റ് റൈസസ് 40 ബീറ്റ്സ് എസ്റ്റിമേറ്റ്. അതായത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയരത്തിൽ പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുള്ളത്. അതൊരു നല്ലൊരു അപ്സൈഡ് വരാനുള്ള ചാൻസ് ഷെയറിൽ വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് അനലിസ്റ്റുകാർ പ്രതീക്ഷിച്ചത് 55 കോടിയായിരുന്നു, പക്ഷെ അതിനേക്കാൾ കൂടുതലാണ്. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 48% കൂടി. കൂടാതെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് 55 കോടി ആയിരുന്നു. ഇവിടെ കണ്ടത് 55 കോടിയായിരുന്നു. അപ്പോൾ 58 ആയതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ്. അത് ഇന്ന് അതിൻ്റെ ഷെയർ വാല്യൂവിൽ അത് കാണാനായിട്ട് സാധിക്കും നമുക്ക്. അപ്പോൾ ഇതാണ് വി-ഗാർഡിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ. ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് കാണാനൊരു കുറേ നാൾ, ഏകദേശം ഒരു വർഷത്തോളം അത് ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് കിടക്കുമായിരുന്നു. ഈ റേഞ്ചിൽ ഏകദേശം ഒരു 285, 280 റേഞ്ചിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് കയറുമായിരുന്നു. അതുകൂടാതെ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി നമുക്കൊരു വരച്ചു കൊടുക്കാം. അതുകൂടാതെ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും വരച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണിത്. ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ വ്യൂവിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ റേഞ്ച് തന്നെയാണ് നമുക്കൊരു സപ്പോർട്ട് പോയിന്റ്. അതായത് 280 ഒരു 278 റേഞ്ചുമാണ് നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇതിൽ ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. 280, 278. കാരണം ഇത്രയും നാൾ ഒരു വർഷത്തോളം അല്ലെങ്കിൽ
ഒരു മാസങ്ങളോളം ഈ റേഞ്ചിൽ തന്നെ ഒരു സപ്പോർട്ട് എടുത്ത് പോയിട്ട് ഒരു ഷെയറാണ്. ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇൻട്രാഡേ വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതകൾ. നമ്മൾ വീക്കിലി വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ വീക്കിലി ചാർട്ട് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വീക്കിലി ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ജൂലൈ മാസത്തിൽ ബ്രേക്ക് ചെയ്തു. ജൂലൈ മാസത്തിൽ അതിനുശേഷം അതൊരു കൺസോളിഡേഷൻ ചെയ്തു. ഒരു 5-6 ആഴ്ചയിൽ കൺസോളിഡേഷൻ ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു കയറിപ്പോയി. വീണ്ടും ഈ കൺസോളിഡേഷൻ ചെയ്ത ഏരിയയിൽ തന്നെ ഒരു സപ്പോർട്ട് എടുത്ത് പിടിച്ചു. നമ്മൾ നേരത്തെ ഇൻട്രാഡേ ചാർട്ട് വരച്ച ആ പൊസിഷൻ തന്നെ. അതുകൂടാതെ ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈനും കൂടി, നമ്മൾ ഇൻട്രാഡേ വന്ന പോലെ ഒരു ട്രെൻഡ് ലൈനും കൂടി ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ റിസൾട്ട് ഇത്രയും ഒരു മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇത്രയും കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു നല്ലൊരു സപ്പോർട്ട് പോയിന്റ് വീക്കിൽ എടുക്കാനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ആയിരുന്നു ഇത് തന്നെയാണ് ഇവിടെയും ഒരു സപ്പോർട്ടായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ഇൻട്രാഡേയിൽ നോക്കിയപ്പോൾ ഒരു ട്രെൻഡ് ലൈന് കൂടി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ നമുക്കൊരു വ്യൂ കിട്ടാനായിട്ട് സാധിക്കുന്നത്, ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോഴും വീക്കിലി വെച്ച് നോക്കുമ്പോഴും. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻ്റ് ഇതിൽ പ്രതീക്ഷിക്കും. കാരണം നെഗറ്റീവ് ന്യൂസ് ഒന്നുമില്ല, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് നല്ലൊരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനാലും കൂടുതലാണ്. നമ്മൾ ചാർട്ടിൽ വരുമ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അതുകൂടാതെ സപ്പോർട്ട് കുറേ നാൾ സപ്പോർട്ട് പിടിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത്രയും പോസിറ്റീവ് വശങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് സൈഡ് തന്നെ ഇത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കൊരു നല്ലൊരു അപ്സൈഡ് ഇതിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് വി ഗാർഡിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ നല്ലൊരു മാനേജ്മെൻറ്റിന് കീഴിലാണിത്. ലോങ് ടേമിലേക്കൊക്കെ വി ഗാർഡ് നല്ല രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഷെയറാണിത്. നമുക്ക് മന്ത്ലി വ്യൂവിലും നോക്കിയാലും നല്ലൊരു ചാർട്ട് വ്യൂ തന്നെയാണ് മന്ത്ലിയും കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ ഒരു മന്ത്ലി നമ്മൾ നോക്കുമ്പോഴും അത് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് സോണായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ മന്ത്ലി നോക്കുമ്പോൾ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ഈ റേഞ്ചിലുള്ളത്. വീക്കിലി നോക്കുമ്പോഴും മന്ത്ലി നോക്കുമ്പോഴും ഏകദേശം 280ഉം 278ലും നല്ലൊരു സപ്പോർട്ട് പോയിന്റ് എടുത്തിട്ട് 280ഉം 278. അപ്പോൾ ലോങ് ടേമിലായിരിക്കും ഇതിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് പിന്നെ അതിൻ്റെ ട്രെൻഡ് സ്ട്രക്ചർ, അതിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ ആകെ മാറും. അപ്പോൾ ഇത് ഈ ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് എടുത്തിട്ടിട്ട് നമുക്ക് ലോങ് ടേമിലേക്ക് ഇത് ഒരു പരിഗണിക്കാവുന്നതാണ്. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് വിത്ത് നല്ലൊരു വോളിയത്തോടു കൂടി. അതുകൂടാതെ ഇവിടെ ട്രേഡ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ ഇനിയും ഒരു അപ്സൈഡ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് മന്ത്ലി നോക്കുമ്പോഴും. അപ്പോൾ ഇത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ്, ഇതാണ് നമ്മളൊരു സപ്പോർട്ട് പോയിന്റ് നമ്മൾ വീക്കിലി നോക്കുമ്പോഴും മന്ത്ലി നോക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആ ഏരിയ. അപ്പോൾ ഇത് സ്ട്രിക്റ്റായിട്ട് പാലിക്കണം ഈ സപ്പോർട്ട് പോയിന്റ്. അപ്പോൾ ഇത്രയുമാണ് വി ഗാർഡിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ.